മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വിവേക് മാത്യു. ഇതെൻ്റെ വൈഫ് അലീന. ഞങ്ങളുടെ കുഞ്ഞ് നെയ്റ മറിയം വിവേക്. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ എല്ലക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ഞങ്ങൾക്ക് അമ്മ മാതാവ് വഴി ലഭിച്ച 2 അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2019-ലാണ്. 2021 വൈഫ് പ്രഗ്നൻ്റായിട്ട് ടെസ്റ്റിങ്ങിന് പോയപ്പം BCGയുടെ കൗണ്ട് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. കൗണ്ട് ഉണ്ട്, പക്ഷേ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ല. അപ്പോൾ അവർ അത് റിസ്ക്കാണ്, അപ്പോൾ മിസ്കാരേജിലേക്ക് പോകും എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് DNCയുടെ ഇഞ്ചക്ഷൻ നമുക്ക് തരികയും DNC ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ എനിക്ക് ഉടമ്പടീനെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും എനിക്ക് പ്രാർത്ഥന മാത്രം അയച്ചു തരികയും ചെയ്തു. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യമൊന്നും ആയിരുന്നില്ല. അപ്പം വീണ്ടും ഉടമ്പടി പ്രാർത്ഥന ഞാൻ തുടങ്ങി. വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, ചെയ്യാനുള്ള സാഹചര്യവും ഇല്ലായിരുന്നു, കോവിഡിൻ്റെ ടൈമായത് കാരണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രഗ്നൻ്റായി. അതും കെമിക്കൽ പ്രഗ്നൻസി എന്നുള്ള കാറ്റഗറിയിലോട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വരികയും 2023 ജനുവരി 5-ാം തീയതി ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. കുഞ്ഞിന് വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. തിരിച്ചു പോയി. 2ാമത്തെ മാസത്തിലായിരുന്നപ്പം വൈഫ് വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കൊച്ചാണല്ലോ, മാതാവ് തന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കൂടുതൽ സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് ഇരുന്നു. പക്ഷേ സ്കാനിങ്ങിന് വേണ്ടി പോയപ്പം BCGയുടെ കൗണ്ടുണ്ട്, പക്ഷേ HCGയുടെ കൗണ്ടുണ്ട്, പക്ഷേ പ്രഗ്നൻസി എവിടെയാണെന്ന് അവർക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ട്യൂബിലായിരിക്കുമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് അതൊരു റിസ്ക് ഫാക്ടർ ആയത് കാരണം വീണ്ടും അത് ഇഞ്ചക്ഷൻ ചെയ്ത് കളയേണ്ടതായിട്ട് വന്നു. അപ്പം എൻ്റെ ഇവിടുത്തെ എടുത്ത ഓൺലൈൻ ഉടമ്പടി തീർന്നു. വീണ്ടും ഞാനത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അത് പുതുക്കി. വീണ്ടും വൈഫ് പ്രഗ്നൻ്റായി. അതും കെമിക്കൽ പ്രഗ്നൻസിയായി. അപ്പോൾ അതും കഴിഞ്ഞ് ആ ഉടമ്പടിയുടെ കാലയളവും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ വന്നിട്ട് ഓൺലൈൻ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം. കാരണം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പത്രമൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കുറവ്, എൻ്റെ കൂടെയുള്ള ആരോ ഇപ്പോൾ ഇല്ല, ഒരു ധൈര്യക്കുറവ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് തോന്നി ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടനെ കൊടുത്തിട്ട് അതൊരു ഫ്രെയിം ചെയ്ത് പ്രാർത്ഥന പ്രിൻറ്റ് ചെയ്ത് എനിക്കറിയാവുന്ന ഒരു 4-5 ആൾക്കാരുടെ കയ്യിൽ അവരെ കൊടുത്തു, മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു ദിവസം രാത്രി ഞാൻ ഒരു പെൺകൊച്ചിനെ എടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞില്ല, കാരണം ഇവൾ ഓൾറെഡി 4 മിസ്കാരേജ് കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാനിനി ഇവളുടെ അടുത്ത് ഞാൻ പറയാൻ പോയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ചയോടെ കഴിഞ്ഞപ്പം വൈഫ് ടെസ്റ്റ് പോസിറ്റീവാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനാണ് ഇവളുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫും പറഞ്ഞു ആ ഒരു ടൈമിൽ വൈഫും ഒരു സ്വപ്നം കണ്ടായിരുന്നു, ഒരു പള്ളിപ്പെരുന്നാളിന് അവളൊരു പെങ്കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്വപ്നം അവളും കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പ്രഗ്നൻസി പീരീഡിൽ യാതൊരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. 4ാമത്തെ മാസം ഞങ്ങൾ ഇവിടെ വീണ്ടും വരികയും കൊച്ചിൻ്റെ ആരോഗ്യത്തിനും സുഖപ്രസവത്തിനും വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഓരോ തവണ സ്കാനിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഉപ്പും തൈലവും പൂശുകയും വിശ്വാസപ്രമാണം ചൊല്ലിപ്പോകുകയും ചെയ്തു. അപ്പം കറക്റ്റ് ഡ്യൂ ഡേറ്റിൽ തന്നെ സുഖപ്രസവം കിട്ടി. നല്ലൊരു കൊച്ചിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. 2ാമത്തെ സാക്ഷ്യം, ഈ വൈഫ് 6ാമത്തെ മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല, കാരണം
ഞാൻ അതിൻ്റെ മുമ്പ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ജോലിയായിരുന്നു അത്. കാരണം ഒന്നെങ്കിൽ ആ ജോലി ഒന്ന് എൻ്റെ എടുത്ത് കളയണമെങ്കിൽ മാതാവിൻ്റെ പരീക്ഷണമാകണം, അല്ലെങ്കിൽ അത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷയായിരിക്കാം എന്നാണ് ഞാൻ മനസ്സ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ജോലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഒരു മാസം അപ്ലൈ ചെയ്തു. ഒപ്പം കൊന്തചൊല്ലി കുരിശും വഴിയുടെ സമയമായിരുന്നു. അപ്പോൾ കുരിശും വഴി വീട്ടിലിരുന്ന് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു, കുർബാന ചൊല്ലി. 1 മാസമായി ജോലിയൊന്നും കിട്ടുന്നില്ല, 2 മാസമായി, 1.5 മാസമായി. അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് മുമ്പിലോട്ടുള്ള ഒരു സ്റ്റെപ്പും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു പരീക്ഷണ കാലഘട്ടം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ കൂടുതൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞു. കറക്റ്റ് പെസഹ വ്യാഴാഴ്ച എനിക്കൊരു ഇൻ്റർവ്യൂവിന് കോൾ വന്നു. പോയി, തൈലം പൂശി പോയി, ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. ഇപ്പം നല്ലൊരു ജോലി, എനിക്ക് നഷ്ടപ്പെട്ട ജോലിയേക്കാളും ഉയർന്ന സാലറിയിൽ ഒരു ജോലി എനിക്ക് കിട്ടി. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ 4 മിസ്കാരേജിലൂടെ കടന്നു പോയിട്ട് 5ാമതൊന്ന് പ്രഗ്നൻ്റ് ആയപ്പം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അറിയാം, അവർക്കൊത്തിരി വിഷമമാവും. ഇപ്പം ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പേടിയും ഭയവുമായിരുന്നു ആദ്യമേ. പക്ഷേ അതെല്ലാം അതിജീവിക്കാൻ സാധിച്ചത് മാതാവിനുള്ള മാധ്യസ്ഥം വഴിയും ഈശോയുള്ള പ്രാർത്ഥനയും വഴി മാത്രമാണ്. ഈ കുഞ്ഞ് പോസിറ്റീവ് ആകുന്നതെന്ന് അറിയുന്നതിന് 4 ദിവസം മുന്നേ തൊട്ട് അവസാനം വരെ ഞാൻ എല്ലാ ദിവസവും ഒരു വചനം കൊച്ചിന് വേണ്ടിയിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അത് എനിക്ക് ആ സമയത്ത് എവിടെ നിന്നോ അച്ഛൻ്റെ പ്രസംഗത്തിലൂടെയൊക്കെ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണ്. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടിയാണ് നീ നടക്കുന്നതെങ്കിലും നീ ഭയപ്പെടേണ്ട, കർത്താവിൻ്റെ ചെങ്കോലും കിരീടവും നിനക്ക് ആശ്വാസം, നിനക്ക് ഉറപ്പേകും. അപ്പോൾ ഈ ഒരു വചനം ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ആ പ്രഗ്നൻസി മുഴുവൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ 4 തവണ ഇങ്ങനെ പോയത് എന്തുകൊണ്ടാണെന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനോ ഡോക്ടറിനോ ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, ആർക്കും സഹായിക്കാനും സാധിച്ചില്ല ഞങ്ങളെ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു. പക്ഷേ പ്രാർത്ഥന വഴി മാത്രമാണ് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ എനിക്ക് 1ഓ 2ഓ തവണ ഉടമ്പടി എടുത്ത് അല്ലെ പ്രാർത്ഥിച്ചിട്ട് പിന്നോട്ട് മാറുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ദൈവം നിങ്ങൾക്ക് തരും. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ കുഞ്ഞ്. ഇവക്ക് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നെയ്റ മറിയം എന്നാണ്. അത് മാതാവിൻ്റെ പേരിനോട് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. എല്ലാവരും പറഞ്ഞു മാതാവ് തന്ന കുഞ്ഞാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവക്ക് മറിയം എന്ന് പേരിട്ടത്. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. വിവേക് മാത്യു എന്ന ഈ മകനും ജീവിത പങ്കാളിയും